ഉമാ തോമസ് MLA വേദിയിൽ നിന്ന് അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ സംഘാടകർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നൊരു പ്രാഥമിക കണ്ടെത്തൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒരു പരിപാടി, ആ വേദിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണ്ട രീതിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് കണ്ടെത്തൽ. ഉറപ്പുള്ള ബാരിക്കേഡുകളടക്കം സ്ഥാപിച്ചില്ലെന്നും ഫയർഫോഴ്സിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ മൃദംഗാവിഷൻ, സ്റ്റേജ് നിർമ്മാതാക്കൾ എന്നിവരുടെ പേരിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്റ്റേജ് നിർമ്മാണത്തിൽ അപാകതയെന്ന് FIR ഉണ്ട്. FIRന്റെ പകർപ്പ് രാവിലെ തന്നെ 24-ന് ലഭിച്ചിട്ടുമുണ്ട്. ഈ സംഭവം നടന്ന സ്റ്റേഡിയത്തിൽ നിന്ന്, കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് ആൻമരിയ സണ്ണിയും ഒപ്പം തന്നെ YS അഭിനന്ദ് റിനൈ മെഡിസിറ്റിയിൽ, അവിടെയാണ് ഉമാ തോമസ് MLA ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. അവിടെ ഒന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ആദ്യം നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. റിനൈ മെഡിസിറ്റിയിൽ നിന്നും YS അഭിനന്ദ് വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. ആദ്യം അറിയേണ്ടത് എന്താണ് ഉമാ തോമസിന്റെ നിലവിലെ ആരോഗ്യസ്ഥിതി എന്നുള്ളതാണ്. ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ അത് ഇന്ന് 10:30 കൂടിയാണ് ഉണ്ടാവുക എന്ന് ഇന്നലെ അറിയിച്ചിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി എന്താണ് അവസ്ഥ? നമുക്ക് അവസാനമായി ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? പ്രജിൻ തൃക്കാക്കര MLA ഉമാ തോമസ് ഇപ്പോൾ നിലവിൽ കൊച്ചി പാലാരിവട്ടം റിനൈ മെഡിസിറ്റി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നേതൃത്വമുള്ള വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ രക്തസമ്മർദ്ദം ഒക്കെ നോർമലായ ഒരു കണ്ടീഷനാണ് ഉള്ളത് എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഇന്നലെ അമിതമായ രക്തസമ്മർദ്ദം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് രക്തസമ്മർദ്ദം നോർമലായി എന്ന് വ്യക്തമാക്കുന്നുണ്ട്. 3 വാരിയലുകൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതിനകത്ത് 1ാമത്തെ വാരിയലിന് പരിക്കേറ്റതാണ് ശ്വാസകോശത്തിൽ രക്തസ്രാവം ഉണ്ടായതെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയുള്ള മെഡിക്കൽ ബുള്ളറ്റിനാണ് ഇക്കാര്യം വ്യക്തമായി അറിയിച്ചത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് കൊച്ചി പാലാരിവട്ടത്തെ ആശുപത്രിയിൽ ഉമാ തോമസിനെ പരിക്കേറ്റ് പ്രവേശിപ്പിക്കുന്നത്. ഇപ്പോൾ 12 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് നിരീക്ഷണം. 24 മണിക്കൂർ നിരീക്ഷണമാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ 24 മണിക്കൂറിന് ശേഷം മാത്രമേ ഇനി അടിയന്തര ശസ്ത്രക്രിയയിലേക്ക് അടക്കം പോകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ. എന്തായാലും വലിയൊരു പരിക്ക് തന്നെയാണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്നതാണ് CT സ്കാൻ അടക്കമുള്ള റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ ഒടുവിൽ പ്രതികരിച്ചത് മന്ത്രി K രാജനാണ്. തുടക്കത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടം ഇപ്പോൾ തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് മന്ത്രി K രാജത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും 10:30 കൂടിയിട്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരുന്നുണ്ട്. ആ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നതിന് ശേഷമായിരിക്കും അടിയന്തര ശസ്ത്രക്രിയയിലേക്ക് അടക്കം കടക്കുമോ ഇല്ലയോ എന്നുള്ള വ്യക്തമാകുന്നത്. എന്തായാലും തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അപ്പം തന്നെ ശ്വാസകോശത്തിന്റെ അമിത രക്തസ്രാവം, ഇത് 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നിലവിൽ ഒരു ആശങ്കയായിട്ടുള്ളത്. ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിലുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നെത്തിയ 5-അംഗ വിദഗ്ധ സംഘമാണ് ഇപ്പോൾ MLA പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ MLA സ്ഥിരമായി കാണുന്ന ഡോക്ടറുണ്ട്. നേരത്തെ 2 മാസത്തിന് മുമ്പ് തന്നെ ഈ പൊതുപ്രവർത്തനത്തിലൊക്കെ സജീവമാകുന്ന സമയത്ത് തന്നെ MLAക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ തരണം ചെയ്താണ് പിന്നീട് പൊതുമണ്ഡലത്തിൽ സജീവമാകുന്നത്. ക്രിസ്റ്റീന ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സൗമ്യമുഖമാണ്. ആ സൗമ്യമുഖം ഇതിനോടൊപ്പം തന്നെ ഈ പരിക്ക് പറ്റിയത് അറിഞ്ഞതുകൊണ്ട് ധാരാളം കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ ഈ ആശുപത്രിയിലെത്തി. നിരവധിയായിട്ടുള്ള ജനപ്രതിനിധികളെത്തി. പ്രതിപക്ഷ നേതാവ്, MLA, മന്ത്രിമാർ, സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടി. അതുകൊണ്ട് മന്ത്രി തന്നെ മേൽനോട്ടം വഹിക്കുന്ന ഒരു ചികിത്സ ഇവിടെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി അടിയന്തരമായി യോഗം ചേർന്ന് പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വിദഗ്ധ സംഘത്തിന് ഉടനടി പാലാരിവട്ടത്തെ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് നിർദ്ദേശിച്ചു. അതിന്റെ പിന്നാലെയാണ് ഇന്നലെ രാത്രി 10-11 മണിയോടുകൂടി ആ മെഡിക്കൽ സംഘം ഇവിടെ എത്തി. നല്ല പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10:30 മെഡിക്കൽ ബുള്ളറ്റിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുക. എന്തായാലും എല്ലാവരും ഉമാ തോമസ് MLA നല്ല ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പ്രജിൻ, ക്രിസ്റ്റീന. അഭിനന്ദ്, ഈ കാര്യത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിനൈ മെഡിസിറ്റിയിൽ തന്നെയായിരുന്നു ഉമാ തോമസ് MLAയുടെ മറ്റ് ചികിത്സകളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മെഡിക്കൽ ഹിസ്റ്ററി അവിടെ അവൈലബിൾ ആണ്. കൃത്യമായി ആ ഡോക്ടേഴ്സിന് അറിയാം എന്താണ് ശാരീരിക നില, ഏത് തരത്തിലുള്ള ചികിത്സാ രീതികൾ അവലംബിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ മെഡിസിൻസ് ആണ് എടുക്കുന്നത്. ആ മെഡിക്കൽ ഹിസ്റ്ററി പൂർണ്ണമായും ആശുപത്രി അധികൃതർക്ക് അറിയാം. ചികിത്സിക്കുന്ന സ്ഥിരമായി കാണുന്ന ഡോക്ടറുണ്ട്. അതൊരു പോസിറ്റീവായ കാര്യം തന്നെയല്ലേ? അപ്പോൾ അത് തുടർന്നുള്ള ചികിത്സയെ ഏറെ സഹായിക്കില്ലേ? തീർച്ചയായിട്ടും ക്രിസ്റ്റിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ റിനൈ മെഡിസിറ്റിയിലാണ് നേരത്തെയും ഉമാ തോമസ് പലതരത്തിലുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചെറിയ പനി ഉണ്ടാകുമ്പോൾ പോലും റിനൈ മെഡിസിറ്റിയിലാണ് സന്ദർശിക്കാറുള്ളതെന്നാണ് കൂടെയുള്ളവരെല്ലാം വ്യക്തമാക്കിയത്. കാരണം ഇവിടെ ജോലി ചെയ്തിട്ടുള്ള ഒരു ചരിത്രം കൂടിയുണ്ട് ഉമാ തോമസ് MLAക്ക്. അവർ തീർച്ചയായിട്ടും ഇവിടെയുള്ള ഡോക്ടർമാരുമായിട്ട് നിരന്തരമായ ആശയവിനിമയം നടത്താറുള്ളതാണ്. അപ്പോൾ ആ കൃത്യമായ ഒരു മെഡിക്കൽ ഹിസ്റ്ററി അവരുടെ ഭാഗത്തുമുണ്ട്. അത് ആ മെഡിക്കൽ ഹിസ്റ്ററിയുടെ ഫോളോ അപ്പ് ആയിരിക്കും ഈ ഒരു ഗുരുതരമായി പരിക്കേറ്റ് പ്രവേശിപ്പിച്ചതിന് പിന്നാലെ ഇപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് കൃത്യമായി തന്നെ ഉണ്ടാകും എന്ന് വ്യക്തമാക്കും.
വ്യക്തമാക്കുന്നുണ്ട്. 2 മാസം മുമ്പാണ് ഈ അമിതമായ ഒരു രക്തസമ്മർദ്ദം, അത് നമ്മൾ തന്നെ പലപ്പോഴും സംസാരിക്കുമ്പോൾ തന്നെ ഈ രക്തസമ്മർദ്ദം വല്ലാണ്ട് അലട്ടുന്നു എന്ന് നമ്മളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ പരിക്കേറ്റപ്പോൾ തന്നെ രക്തസമ്മർദ്ദം കൂടുന്നു, തലച്ചോറിൽ ക്ഷതം സംഭവിക്കുന്നു, 3 വാരിയലുകൾക്ക് പരിക്കേൽക്കുന്നു. 1ാമത്തെ വാരിയലിന് പരിക്കേറ്റതാണ് ശ്വാസകോശത്തിൽ രക്തസ്രാവം ഉണ്ടാവാനുള്ള കാരണം. ആ ശ്വാസകോശത്തിലെ രക്തസ്രാവമാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വെന്റിലേറ്റർ നിർദ്ദേശിച്ചിരിക്കുന്നത്. വെന്റിലേറ്റർ ഇപ്പോൾ തുടരുകയാണ്. ഏതാണ്ട് ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 10 മണിക്കൂർ അത് പിന്നിട്ടിട്ടുണ്ട്. 6 മണിയോടുകൂടിയാണ് ഈ വേദിയിൽ നിന്ന് ഈ ബാരിക്കേഡുകൾ സഹിതമാണ് താഴേക്ക് വീണത്. ഏതാണ്ട് 20 അടി താഴ്ചയിലേക്കാണ് ഉമാ തോമസ് MLA വീണത്. ഒപ്പം ബാരിക്കേഡുകളും ഒക്കെ അവരുടെ ദേഹത്തേക്ക് വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു ആഘാതം, മുഖത്ത് ചില പരിക്കുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്, മുഖത്ത് എല്ലുകൾ പൊട്ടിയിട്ടുണ്ടെന്നൊക്കെയുള്ള വിവരങ്ങൾ ഇന്നലെ പ്രാഥമികമായി വന്നിരുന്നു. അതിലൊക്കെ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? പ്രജിൻ, ഇന്നലെ കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നമ്മൾ പോയപ്പോൾ തന്നെ കണ്ടതാണ് അതിഭീകരമായ കാഴ്ച. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ പ്രേക്ഷകരെ നമ്മൾ അറിയിച്ചതുമാണ്. കാര്യം അത്രമാത്രം ഉയരത്തിലായിരുന്നു. ഏതാണ്ട് 20 അടി ഉയരത്തിൽ നിന്നാണ് താഴേക്ക് ഉമാ തോമസ് MLA വീണത്. മുഖത്തടിയേറ്റു. ഒപ്പം തന്നെ ഒരു കോൺക്രീറ്റ് സ്ലാബിന് മുകളിലേക്കാണ് MLA വീഴുന്നത്. അപ്പൊ തലയ്ക്കും മുഖത്തിനും ഒരുപോലെ തന്നെ പരിക്കേറ്റു. മുഖത്തിനും തലയ്ക്കും ഉണ്ടായ ക്ഷതമാണ് പിന്നീട് ശ്വാസകോശത്തിലേക്ക് അമിതമായ രക്തസ്രാവം ഉണ്ടായതെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് പൾമനോളജിസ്റ്റ് അടക്കം ഇനി എത്തി വിദഗ്ധമായ ഒരു പരിശോധന നടക്കേണ്ടതുണ്ട്. എന്തായാലും 5 അംഗ വിദഗ്ധ സംഘമാണ് നിലവിൽ പരിശോധന നടത്തുന്നത്. ഒപ്പം തന്നെ റിനെ മെഡിസിറ്റിയിൽ ഇന്നലെ ഡോക്ടർ മാഷയുടെ നേതൃത്വം, ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ മാഷയുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണ് നേരിട്ടെത്തി പരിശോധന നടത്തിയിട്ടുള്ളത്. ആദ്യം അവർ തന്നെയാണ് ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയെ പറ്റി കൃത്യമായ ഒരു അവലോകനം നമുക്ക് നൽകിയത്. വളരെ പോസിറ്റീവായിട്ടാണ് അവർ പ്രതികരിച്ചത്. അടിയന്തരമായ ശസ്ത്രക്രിയയിലേക്ക് പോകേണ്ട ആവശ്യം നിലവിലില്ല. പക്ഷേ കൂടുതൽ ചികിത്സ ഉറപ്പാക്കണമോ ഇല്ലയോ എന്നുള്ളത് വിദഗ്ധ സംഘത്തിന്റെ പരിശോധനകൾക്ക് ശേഷമായിരിക്കും തീരുമാനമാകുക. എന്തായാലും ഇന്നും ഒരു സ്കാനിംഗ് അടക്കമുള്ള കാര്യങ്ങൾ. ശരി, നമുക്ക് ആൻമരിയ സണ്ണി കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ തുടരുന്നുണ്ട്. എന്തായാലും ആശുപത്രിയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ നമുക്ക് ആശ്വാസം നൽകുന്ന വിവരങ്ങളാണ്. വലിയ ഗുരുതരമായ ഒരു സാഹചര്യം നിലവിലില്ല ഉമാ തോമസിന് എന്നൊരു വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. 10:30 കൃത്യമായ ഡീറ്റെയിൽഡ് മെഡിക്കൽ ബുള്ളറ്റിൻ വരും. അപ്പോഴാണ് അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഉണ്ടാവുക. എന്തായാലും ഇന്നലെ ആദ്യം ഉണ്ടായ ആ ഒരു ഗുരുതരാവസ്ഥയിൽ നിന്ന് മാറ്റം, അതീവ ഗുരുതരാവസ്ഥയിൽ നിന്നുള്ള ആ നിലയിൽ നിന്ന് മാറ്റമുണ്ട്. പക്ഷേ അപകടനില തരണം ചെയ്തില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അടിയന്തരമായ ഒരു ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ആന്തരിക രക്തസ്രാവം അത് പരിഹരിക്കാനും സാധിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളാണ് കൂടുതൽ ക്രിട്ടിക്കൽ അവസ്ഥയിലേക്ക് ഒരാളെ കൊണ്ടുപോകുന്നത്. പക്ഷേ അതൊക്കെ പരിഹരിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പുഞ്ചിരിക്കുന്ന മുഖവുമായി എത്രയും വേഗം ഉമാ തോമസ് MLA തിരികെ വരും. നമുക്ക് ഏതായാലും കലൂർ സ്റ്റേഡിയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആൻമരിയ സണ്ണിയോട് കൂടെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. ആൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നടന്ന പരിപാടി, അതിൽ വ്യക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. സ്റ്റേജിൽ ഈ ക്യൂ മാനേജർ എന്ന് പറയുന്ന സംവിധാനം മാത്രമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ എയർപോർട്ടിലൊക്കെ സാധാരണ ഈ ചെറിയ കുറ്റികളിൽ റിബൺ കെട്ടുന്നത് പോലെ ഒരു സംവിധാനം. ഇപ്പോൾ ഉമാ തോമസ് MLA അവിടെ ചെല്ലുന്നു, വേദിയിലിരിക്കുന്നു. അതിനുശേഷം എഴുന്നേറ്റ് അവിടുത്തെ വിശിഷ്ടാതിഥികളെ അഭിവാദ്യം ചെയ്യാനായി നടക്കുന്ന സമയത്ത് നേരിയ തരത്തിലൊരു ബാലൻസ് വ്യത്യാസം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ആരായാലും അടുത്തെന്താണോ കാണുന്നത് അതിലേക്ക് പിടിക്കാനുള്ള പ്രവണതയുണ്ടാകും. അങ്ങനെ ഈ പിടിച്ചത് ഈ പറയുന്ന ക്യൂ മാനേജറിലാണ്. അപ്പോൾ ഇതെല്ലാം കൂടെയാണ് താഴേക്ക് MLAയോടൊപ്പം വീഴുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു അപകടാവസ്ഥ ഇത്തരം ഒരു പരിപാടിയിൽ ഉണ്ടാകുന്ന ഒരു തട്ടിക്കൂട്ട് സ്റ്റേജ് ആണെന്ന രീതിയിലാണ് പ്രാഥമികമായ റിപ്പോർട്ടുകളെല്ലാം വരുന്നത്. ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയല്ലേ പോലീസിന്റെ ഒരു അഭിപ്രായം? ക്രിസ്റ്റീന, തീർച്ചയായും ഇവിടെ നിൽക്കുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളതും ഇത് തന്നെയാണ്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ ഈ ഉമാ തോമസിന് സംഭവിച്ച അപകടവുമായി ബന്ധപ്പെട്ട് പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുമാത്രമല്ല, ഫയർഫോഴ്സിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു റിപ്പോർട്ടിലും ഈ സ്റ്റേജ് നിർമ്മാതാക്കൾക്ക് ഈ സ്റ്റേജ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലും ഈ ഫയർഫോഴ്സിന്റെ പ്രാഥമികമായിട്ടുള്ള പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഉറപ്പുള്ള ബാരിക്കേഡുകൾ സ്ഥാപിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. പക്ഷേ അതിൽ തന്നെയാണ് ആദ്യം വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി, ആ ഒരു പരിപാടിയിൽ ആദ്യം വേണ്ടത് സുരക്ഷാ ക്രമീകരണങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു പരിശോധനയാണ്. ആ ഒരു പരിശോധന ഉണ്ടായില്ല. അതുമാത്രമല്ല, ഈ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നതിൽ വന്നിരിക്കുന്ന അപാകത,
ആ ഒരു അപാകത തന്നെയാണ് ആദ്യം എടുത്തു പറയേണ്ടത്. ഈ രണ്ട് വരി കസേരകൾ ഇടേണ്ട സ്ഥലത്ത് 3 വരി കസേരകൾ ഇടുന്നു. അതിനു വേണ്ടിയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കേണ്ട ബാരിക്കേഡുകൾ അവർ സ്ഥാപിച്ചിട്ടില്ല. ആ ബാരിക്കേഡുകൾക്ക് പകരം സ്ഥാപിക്കുന്നത് ഈ രീതിയിൽ വരുന്ന ഈ സാധാ ഒരു റിബൺ കൊണ്ട് സ്ഥാപിക്കുന്ന ഒരു ക്യൂ മാനേജർ, ഈ ഒരു ക്യൂ മാനേജറാണ് അവിടെ സ്ഥാപിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും ഏത് തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. അതുമാത്രമല്ല, ഈ കലൂർ സ്റ്റേഡിയത്തിന്റെ ശോചനീയാവസ്ഥ എത്രത്തോളമാണ് എന്നുള്ള കാര്യം നമ്മൾ തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തമായിട്ടുള്ള ഒരു നിഗമനം ഇവിടെയുള്ള അധികൃതർക്കും മറ്റുള്ളവർക്കും അറിയാവുന്നതുമാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു പരിപാടി നടത്തി കഴിയുമ്പോൾ, ഇത്രയും വലിയൊരു ഇവന്റ് നടത്തുമ്പോൾ, അതും 1200-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഇത്രയും വലിയൊരു ഇവന്റ്, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു മെഗാ ഇവന്റ്, ആ ഒരു ഇവന്റ് വരുമ്പോൾ എത്രത്തോളം സുരക്ഷ അവിടെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കാര്യം വ്യക്തവുമാണ്. പക്ഷേ ആ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പാലാരിവട്ടം പോലീസിന്റെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിലും FIR-ൽ പറയുന്നതും ഫയർഫോഴ്സിന്റെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നതും. ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്ന രീതിയിലേക്ക് പോവുകയാണ് എങ്കിൽ, ഉമാ തോമസ് ഫ്രണ്ട് ഗേറ്റിലൂടെ കടന്നു വരുന്നു. ആ ഫ്രണ്ട് ഗേറ്റിലൂടെ കടന്നു വന്നതിന് ശേഷം ഈ സ്റ്റെപ്പുകൾ കയറി, ഇതാണ് മെയിൻ സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അതിഥികളെല്ലാവരും ഇരിക്കുന്ന, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള അതിഥികൾ ഇരിക്കുന്ന മെയിൻ സ്റ്റേജിലേക്ക് കടന്നു പോകാനുള്ള സ്റ്റെപ്പ് ഇതാണ്. ഈ പ്രാഥമികമായിട്ടുള്ള ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലുന്നു. മുകളിൽ ചെന്നതിന് ശേഷം ഈ സ്റ്റെപ്പിന്റെ ഞാൻ നിൽക്കുന്ന ഇവിടെ വന്നതിന് ശേഷം അവിടെയുള്ള ആളുകളെ കാണുന്നു. അവരെ ഒന്ന് കൈകൾ ഉയർത്തി കാണിച്ച് അഭിസംബോധന ചെയ്യുന്നു. അതിനുശേഷം മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്നത് ഈ സ്റ്റേജിലാണ്. ഇവിടെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ഈ സ്റ്റേജിലേക്ക് കയറുന്നു. ഈ സ്റ്റെപ്പുകൾ വഴി ഈ സ്റ്റേജിലേക്ക് കയറിയതിനു ശേഷം ഇവരെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. ആരാണെങ്കിലും ക്രിസ്റ്റീന ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അപകടം സംഭവിക്കുമ്പോൾ ആദ്യം എവിടെയെങ്കിലും പിടിക്കാനായിട്ടുണ്ടോ, ഒന്ന് പിടിക്കാനായിട്ട് എവിടെയെങ്കിലുമാണ് നോക്കുന്നത്. അത് ചെന്ന് പിടിക്കുന്നത് ഈ ക്യൂ മാനേജറിലാണ് പിടിക്കുന്നത്. എത്രത്തോളം അതിന്റെ ബലമുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ ആളുകൾക്ക് അറിയാവുന്നതാണ്. ആ ക്യൂ മാനേജർ പിടിക്കുന്നു, പിന്നെ വീഴുന്നത് വ്യക്തമാണ്. ആ രീതിയിലാണ് അപകടം സംഭവിച്ചത്. എന്തായാലും സ്റ്റേജ് നിലവിൽ അവിടെ പൊളിച്ചു മാറ്റരുതെന്ന നിർദ്ദേശം അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. കാരണം കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. എവിടെയാണ് കൃത്യമായ വീഴ്ച ഉണ്ടായിട്ടുള്ളത്, സ്റ്റേജ് നിർമ്മാണത്തിലടക്കം അപാകതകളുണ്ട് എന്ന് ഫയർഫോഴ്സ് തന്നെ പ്രാഥമികമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി ആ വീഴ്ച സംഭവിച്ചത് ആർക്കാണ്, അവർക്കെതിരെ നടപടി ഉറപ്പായിട്ടുണ്ടാകണം. ഈ സ്റ്റാമ്പീഡ് ഡെത്ത്, അതായത് ആൾക്കൂട്ട മരണങ്ങൾ, അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് കൊച്ചിയിൽ നമ്മുടെ കുസാറ്റിലെ ദുരന്തം കഴിഞ്ഞ വർഷം നടന്നത് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. ആ സമയത്തൊക്കെ ഉണ്ടായിരിക്കേണ്ട സുരക്ഷാ മുൻകരുതൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇനിയൊരു ഇവന്റ് നടക്കുന്ന സമയത്ത് അത്തരം കാര്യങ്ങളിൽ കൃത്യമായ ശ്രദ്ധ ഉണ്ടാകണം എന്നൊക്കെ പലയാവർത്തി പറയുമ്പോഴും ഇത്തരത്തിലൊരു വലിയ ഇവന്റ് നടന്നു. ചില ആൾക്കാർ ചോദിക്കുന്നു എന്ത് ഇവന്റ് ആണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു നൃത്ത ഇവന്റ് ആയിരുന്നു. അതായത് 15,000-ഓളം പേർ ഒരുമിച്ച് ഭരതനാട്യം ചെയ്ത് ഗിന്നസ് റെക്കോർഡ് സ്ഥാപിക്കുക, അതായിരുന്നു അറ്റംപ്റ്റ്. അത് വിജയകരമായി നടന്നിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് നോക്കുക, സ്റ്റേഡിയത്തിൽ 15,000-ഓളം ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ ഇത് കാണാനെത്തിയ 1,500 ആൾക്കാർ വേറെ. അങ്ങനെ ഒരു വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പാലിക്കേണ്ട ഒരു സുരക്ഷാ മുൻകരുതലും കൃത്യമായ രീതിയിൽ ഉണ്ടായിട്ടില്ല എന്ന കാര്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്.